കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi, so welcome everyone to this session, IGNO Focus 5.0, where we discuss IGNO's previous year question paper അതിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിരിക്കും നമ്മളുടെ മുൻകാല ചോദ്യ പേപ്പറിന്റെ. അപ്പൊ MSW സെക്കൻഡ് ഇയർ ആൻഡ് MSW കൗൺസിലിംഗ് ഫസ്റ്റ് ഇയറിൽ ഉള്ള ഒരു പേപ്പർ ആണ് MSW 008 എന്ന് പറയുന്നത്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് MSW 008. ഓക്കെ, സോ ആ ഒരു പേപ്പർ നമുക്ക് നോക്കാം. MSW 8ന്റെ ഒരു ടൈറ്റിൽ വരുന്നത് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിംഗ് ഗ്രൂപ്പ്സ് ആണ്. അപ്പം ഈ ഒരു ഗൈഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രാറ്റജിക്കലി നിങ്ങളുടെ റിവിഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനും ആൻഡ് ഓൾസോ ഒരു മോട്ടിവേഷൻ ആൻഡ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക ഫോർ ദി എക്സാം. അപ്പം അത്രയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ ടോൾഡ് യു ബിഫോർ, നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ മെയിൻ ആയിട്ട് പഠിക്കേണ്ട പോർഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെ ഹൈ യിൽഡ് ഏരിയാസ് എന്തൊക്കെയാണ്, ഇവോൾവിംഗ് തീംസ്, ദെൻ ഓവർലുക്ഡ് യൂണിറ്റ്സ് എന്തൊക്കെയാണ്, ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു ഡോക്യുമെന്റ് റോഡ് മാപ്പ് പറയാനാണെന്നുണ്ടെങ്കിൽ സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട്, ബ്ലോക്ക് വൈസ് മാപ്പിംഗ് ഓഫ് ഓൾ യൂണിറ്റ്സ്. ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റുകൾ എടുക്കുമ്പോൾ ഓരോ ടോപ്പിക്കുകൾ നമ്മൾ പെർട്ടിക്കുലർലി ഓരോ ഹൈ റെലവൻസ്, മീഡിയം റെലവൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സാം പാറ്റേണിന്റെ ഒരു അനാലിസിസ് ആണ്. ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ഒരു ഓവർവ്യൂ, അത് 20 മാർക്ക് ലോങ് ആൻസേഴ്സ് ആയിരിക്കും, 10 മാർക്ക് മീഡിയം ഷോർട്ട് എസ്സേസ് ആയിരിക്കും, 5 മാർക്ക് ഷോർട്ട് നോട്ട്സ്, 4 മാർക്ക് നോട്ട്സ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റുകൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നതുണ്ട്. അതേപോലെ തന്നെ ഇതിനൊക്കെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ. ഓക്കെ, നമ്മള് ബാക്ക് ഒരു 5 to 6 ഇയേഴ്സ് ഒരു സൈക്കിളിലെ ടേമിന്റെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഡിസംബർ 2025 എക്സാം എഴുതുമ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ചോദിക്കാനാണ് ചാൻസ്, ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യണം, അപ്പൊ അതിന്റെ ആ ടോപ്പിക്കുകളുടെ പ്രോബിലിറ്റി പ്രിഡിക്ഷനും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഇതിന്റെ ആൻസേഴ്സും മാർക്കിംഗ് സ്കീംസും കാര്യങ്ങളും എല്ലാം ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതിന്റെ മെത്തഡോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ആയിക്കോട്ടെ, ഈ പറയുന്ന ടോപ്പിക് പ്രോബിലിറ്റി പ്രെഡിക്ഷൻസ് ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഗൈഡിനെ നിങ്ങൾ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാംസും കാര്യങ്ങളൊക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് നെക്സ്റ്റ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് നോക്കാം. സോ ഇതിൽ വരുന്ന സ്കോറിംഗ് റൂൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 10 ക്വസ്റ്റ്യൻസ് ലൈക്ക് അപ്പിയറൻസ് അക്രോസ് ടേം എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഹൈ ആയിരിക്കും കാറ്റഗറി. ഇൻ ബിറ്റ്വീൻ 5 to 9 അപ്പിയർഡ് ആണെന്നുണ്ടെങ്കിൽ മീഡിയം കാറ്റഗറി, ദെൻ ലെസ് ദൻ 5 അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ ലോ കാറ്റഗറി. ഇങ്ങനെയായിരിക്കും ഇതിന്റെ സ്കോറിംഗ് റൂൾസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. സോ ബ്ലോക്ക് 1 എടുത്താൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, അതിലെ യൂണിറ്റ് 1, അതിലെ ടോപ്പിക് സോഷ്യൽ ഗ്രൂപ്പ്സ്, ഡെഫിനിഷൻ, ഫോർമേഷൻ, ടൈപ്സ്, ബെനഫിറ്റ്സ്, അത് 14 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ദ റെലവൻസ് ഇസ് ഹൈ. Then unit 2, historical evolution of group work, appearance 11 and relevance is high. Then unit 3, group work in India, 12 time appear ചെയ്തിട്ടുണ്ട്, relevance എന്ന് പറയുന്നത് ഹൈ ആണ്. യൂണിറ്റ് 4ലേക്ക് വരുമ്പം സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആസ് എ മെത്തേഡ് 6 ടൈം ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ മീഡിയം ആയിട്ടാണ് അതിന്റെ എന്ത് വരുന്നത്, റെലവൻസ് വരുന്നത്. ഓക്കെ, then block 2, group work dynamics, unit 1, theories and models of social group work, 13 times appeared and high ആണ് category. Then unit 2, stages, so phases of group development, 11 time appeared and high ആണ് category. Unit 3, process and principles of group formation, 15 times appeared, high category. Unit 4, values and principles in group work, 9 times appeared, medium category.
Then block 3, leadership and skills development. Unit 1, leadership theories, qualities, emotional intelligence, 10 time appeared in high category. Unit 2, skills and techniques of group workers, 8 time appeared medium category. Unit 3, life skills education, needs, relevance, techniques, 10 time appeared high category. Unit 4, program planning and recording in group work, 13 times appeared high category. Then coming to block 4, which is social group work in different settings. യൂണിറ്റ് 1 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അത് 12 തവണ വന്നിട്ടുണ്ട്. അതിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് ഹൈ ആണ്. ദെൻ യൂണിറ്റ് 2 ഗ്രൂപ്പ് വർക്ക് ഇൻ കമ്മ്യൂണിറ്റി സെറ്റിംഗ്സ് 11 ടൈംസ് വന്നിട്ടുണ്ട്, ഹൈ കാറ്റഗറി. യൂണിറ്റ് 3 ഗ്രൂപ്പ് വർക്ക് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റിംഗ്സ് 10 ടൈംസ് വന്നിട്ടുണ്ട്, ഹൈ കാറ്റഗറി. യൂണിറ്റ് 4 ഗ്രൂപ്പ് വർക്ക് ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ് 6 ടൈംസ് വന്നിട്ടുണ്ട്, മീഡിയം കാറ്റഗറി. യൂണിറ്റ് 5 റോൾ ഓഫ് ഗ്രൂപ്പ് വർക്കർ 8 ടൈംസ് വന്നിട്ടുണ്ട്, മീഡിയം കാറ്റഗറി. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ബാർ ചാർട്ട് നമുക്ക് നോക്കാം. ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് ആണ്. ഓരോ ബ്ലോക്കിൽ നിന്നും ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ്, ലൈക്ക് ഏത് ബ്ലോക്കിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അതിന്റെ ഒരു അനാലിസിസ് ആണ്. എക്സ് ആക്സിസിൽ ബ്ലോക്ക്, വൈ ആക്സിസിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ വെൻ വി ലുക്ക് അറ്റ് ദിസ് വി ക്യാൻ see that ബ്ലോക്ക് 2 ന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ദെൻ ബ്ലോക്ക് 4 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 3. ഓക്കെ, ആ ഒരു രീതിയിലാണ് പോയിട്ടുള്ളത്. ഓക്കെ, ബ്ലോക്ക് 2 ദെൻ block 2 ആണ് ഏറ്റവും വന്നിട്ടുള്ളത്, ഹാസ് അപ്പിയർഡ് മോസ്റ്റ് ഫ്രീക്വന്റ് ആൻഡ് ഇൻ ടേം എക്സാമിനേഷൻ വിച്ച് ക്ലോസ്ലി ഫോളോഡ് ബൈ ബ്ലോക്ക് 4. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബ്ലോക്ക് 2 ബ്ലോക്ക് 4 കാണുമ്പോൾ ഈക്വൽ ആയിട്ട് തോന്നും, പക്ഷെ ഒരിക്കലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. നമുക്കൊരു ഹീറ്റ് മാപ്പ് സമ്മറി നോക്കാം. ഇപ്പൊ നമുക്ക് ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റുകൾ ഉണ്ട്. സോ ഒരു ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റിനാണ് ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ വെൻ വി ലുക്ക് അറ്റ് ദിസ് ഹീറ്റ് മാപ്പ് സമ്മറി, ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നാണ് ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 3 ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 4 ആണ്. ആൻഡ് ബ്ലോക്ക് 4 എന്ന് പറയുമ്പോഴത്തേക്കും യൂണിറ്റ് 1 യൂണിറ്റ് 2 അതിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 4 നോക്കിയാൽ ദറ്റ് ഓൾസോ ക്ലസ്റ്റേഴ്സ് അറൗണ്ട് ബ്ലോക്സ് 2 ആൻഡ് ബ്ലോക്ക് 4 and indicating recurring emphasis on group formation, leadership, SHEs and applied settings. Okay, then നമുക്ക് ടോപ്പ് 3 ആയിട്ടുള്ള ഹൈ ടോപ്പിക്സ് നമുക്ക് നോക്കാം ഫോർ ഡിസംബർ ടേമിൽ എക്സാമിനേഷൻ. ഗ്രൂപ്പ് ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3 ആണ്, വിച്ച് അപ്പിയർഡ് ഇൻ എവറി ടേമിൽ എക്സാമിനേഷൻ 2022 തൊട്ട് 2025 വരെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ട് മോസ്റ്റ്ലി അപ്പിയർ ചെയ്തിട്ടുണ്ട്. അടുത്തത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഇൻ കമ്മ്യൂണിറ്റി വർക്ക്, ബ്ലോക്ക് 4 യൂണിറ്റ് 1 and 2 and reflects current social policy and grassroots themes, high probability of reappearance. Okay, next program planning and recording, block 3 unit 4, increasing focus since 2023, often tested through both theory and application based short note. ഇനി നമുക്ക് എക്സാം പാറ്റേണിന്റെ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമുക്ക് നോക്കാം. ലോങ് എസ്സേസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ഉണ്ട്, 20 മാർക്കാണ്, 500 to 600 വേർഡ്സിൽ എഴുതുക, എവറി പേപ്പറിൽ വന്നിട്ടുണ്ട്. ദെൻ മീഡിയം അനലിറ്റിക്കൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വൈസ് ആണ്, 10 മാർക്ക് വെച്ചിട്ട് 250 to 300 വേർഡ്സ് ഇൻ ബിറ്റ്വീൻ എല്ലാ പേപ്പറിലും വന്നിട്ടുണ്ട്. ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 5 മാർക്ക്, 120-നും 150-നും ഇടയിൽ വേർഡ്സ് ആണ്, ഫ്രീക്വൻസി എവറി പേപ്പർ. വെരി ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഡെഫിനിഷൻ 4 മാർക്ക് ഈച്ച്, 80 to 100 വേർഡ്സ് ഈച്ച് ആണ്, എവറി പേപ്പറിലും അത് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ കേസ് വിഗ്നേറ്റ് ബേസ്ഡ് 10 to 20 മാർക്ക് ആണ്. ദെൻ റെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഒക്കേഷണൽ ആയിട്ടാണ്, 200 to 250 to 500 വേർഡ്സ് വിത്ത് എക്സാമ്പിൾസ് ആണ്. ലോങ്സ്റ്റ് 20 മാർക്ക്, 500 to 600 വേർഡ്സിലാണ് ഡെഫിനിഷൻസ്, എക്സാമ്പിൾസ്, ഇവാലുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഒരു തിയറട്ടിക്കൽ ക്ലാരിറ്റി വേണം മെയിൻ ആയിട്ടും. ദെൻ മീഡിയം ആൻസർ എന്ന് പറയുമ്പോൾ 10 മാർക്സിനാണ്, 250 to 300 വേർഡ്സ് ആണ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് അങ്ങനെയുള്ളതൊക്കെ അതിൽ ചോദിക്കാറുണ്ട്, കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഐഡിയാസ് കാര്യങ്ങളും കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3 അത് അപ്പിയർ ചെയ്യുന്നത്. അടുത്തത് ഷോർട്ട് ആൻസർ 5 മാർക്കിന് കുറച്ചുകൂടെ ഫാക്ച്വൽ ആയിട്ടുള്ള നോളജ്, ക്രിട്ടിക്കൽ പോയിന്റ്സും കാര്യങ്ങളൊക്കെ സൈറ്റ് ചെയ്യുക, കോൺസെപ്റ്റ്സ് ഡിഫൈൻ ചെയ്യാനൊക്കെ വരും, ലീഡർഷിപ്പ്, ഗ്രൂപ്പ് ഫോർമേഷൻ അങ്ങനെയുള്ളതൊക്കെ. നെക്സ്റ്റ് വെരി ഷോർട്ട് നോട്ട് ആണ്, 4 മാർക്കിനാണ്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 5 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത് ക്വസ്റ്റ്യൻ. സെക്ഷൻ 5-ലായിരിക്കും, 100 വേർഡ്സിൽ എഴുതുക, ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, കീ ടേംസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാലേ, ഇപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ബ്ലോക്ക് 2 ആണ് നമ്മൾ കണ്ടു. ഇനിയിപ്പോ ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ള ബ്ലോക്കുകൾ ഏതാ നോക്കാം. ബ്ലോക്ക് 1 എടുത്താൽ 22 മാർക്ക്, 22% ആണ് വന്നിട്ടുള്ളത് ഫ്രം ഡിസംബർ 2022 തൊട്ട് ജൂൺ 2025 വരെയുള്ള പേപ്പേഴ്സ് നമ്മൾ നോക്കുമ്പോൾ. പിന്നീട് ബ്ലോക്ക് 2 അത് 28% ആണ്, ബ്ലോക്ക് 3 25%, ബ്ലോക്ക് 4 25%. അങ്ങനെയാണ് ആ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് നൗ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ഒരു ഇയർലി പെർസെന്റേജ് വെയിറ്റ് നമുക്ക് നോക്കാം.
നമുക്ക് ഓരോ എന്താ പറയാ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റിന് അനുസരിച്ചിട്ടുള്ള പെർസെന്റേജ് വെയിറ്റ് ആണ് വൈ ആക്സിസിലും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഡിസംബർ 2022 തൊട്ട് ജൂൺ 2025 വരെ വെരി ഷോർട്ട് നോട്ടിന് ലൈക് സ്റ്റേബിൾ ആയിട്ടുള്ള ലൈക് അവിടെ സ്റ്റെബിലിറ്റി ഉണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു വെയിറ്റേജ്. പിന്നെ നമുക്ക് മീഡിയം ആൻസറും ലോങ് എസ് ആണെന്നുണ്ടെങ്കിൽ മീഡിയം ആൻസറിന്റെ ഒരു പെർസെന്റേജ് കൂടിയിട്ടുണ്ട്, ലോങ് എസ്സേയുടെ പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ കേസ് വിഗ്നേറ്റ് ആൻഡ് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഇൻക്രീസ് ചെയ്തു സിൻസ് 2023 തൊട്ട്. ആൻഡ് സ്റ്റേബിൾ വെയിറ്റ് ഫോർ ഷോർട്ട് ആൻഡ് വെരി ഷോർട്ട് നോട്ട്സ് ആണ്. എസ്സേസ് ഡിക്ലൈൻ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി പ്രിപ്പറേഷൻ ടിപ്പ്, ടൈം മാനേജ്മെന്റ് നോക്കാം. ഫോർ 3 hour 100 mark പേപ്പർ. ക്വസ്റ്റ്യൻ ടൈപ്പ് 2 into long essays, മാർക്ക് 40, അപ്രോക്സിമേറ്റ് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് 70 ആണ്. അടുത്തത് മീഡിയം ആൻസേഴ്സ് 2 20 മാർക്കിൽ 35 മിനിറ്റ്സ് എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. ദെൻ ഫോർ ഷോർട്ട് നോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ 4 എഴുതാൻ കാണും, 20 മാർക്കിനാണ്. അപ്പം ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ച് 6 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് മൊത്തം എന്ത് ചെയ്യുക, 30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ 5 ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടുണ്ട്, 20 മാർക്കിനാണ്. അതും 30 മിനിറ്റ്സ് എന്ത് ചെയ്യുക, മൊത്തം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് നമ്മൾ എഴുതിയതൊക്കെ കറക്റ്റ് ആണോ, എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 50 മിനിറ്റ്സ് മിനിമം മാറ്റി വെക്കുക. ഇനി ടോപ്പ് 10 ആയിട്ടുള്ള റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ആൻഡ് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ്, അപ്പിയറൻസ് കൗണ്ട് 7. Question number 2, discuss the models of social group work, appearance count 6. Question number 3, describe the concept and process of forming self-help group. Question number appearance count 6 ആണ്. Fourth one, explain the concept and principles of program planning. Appearance count 5. Fifth one, trace the historical development of group work in India. Appearance count 5. Sixth one, describe the skills and techniques of a social group worker. Appearance count 5. Seventh one, discuss the scope and relevance of group work in community setting. Appearance count 5. Eighth one, write short notes on leadership and qualities of a group leader. Appearance count 4. Ninth one, explain the values and principles of social group work. Appearance count 4. 10th one, discuss the need and importance of life skill education in group work. Appearance count 4. Okay, so ഇങ്ങനെയാണ് ക്വസ്റ്റ്യനും അതുപോലെ എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ടോ നമ്മൾ കണ്ടു. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഒരു ഡിഗ്രിയോ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. നമുക്ക് ഫ്രീക്വൻസി ടേബിൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ തീം, സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ്, ബ്ലോക്ക് 2 യൂണിറ്റ് 2 ന്നാണ്. ആവറേജ് മാർക്ക് വന്നിട്ടുള്ളത് 15 ആണ്. മോഡൽസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, ബ്ലോക്ക് 2 യൂണിറ്റ് 1, ആവറേജ് മാർക്ക് 18. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് SHG, ബ്ലോക്ക് 4 യൂണിറ്റ് 1, ആവറേജ് മാർക്ക് 10. പ്രോഗ്രാം പ്ലാനിംഗ്, ബ്ലോക്ക് 3 യൂണിറ്റ് 4, ആവറേജ് മാർക്ക് 15. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ഗ്രൂപ്പ് വർക്ക്, ബ്ലോക്ക് 1 യൂണിറ്റ് 2 and 3, ആവറേജ് മാർക്ക് 20. സ്കിൽസ് ആൻഡ് ടെക്നിക്സ്, ബ്ലോക്ക് 3 യൂണിറ്റ് 2, ആവറേജ് മാർക്ക് 10. ഗ്രൂപ്പ് വർക്ക് ഇൻ കമ്മ്യൂണിറ്റി സെറ്റിംഗ്, ബ്ലോക്ക് 4 യൂണിറ്റ് 2, ആവറേജ് മാർക്ക് 10. ലീഡർഷിപ്പ്, ബ്ലോക്ക് 3 യൂണിറ്റ് 1, ആവറേജ് മാർക്ക് 5 in between 5 and 10 ആണ്. വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ബ്ലോക്ക് 2 യൂണിറ്റ് 4, ആവറേജ് മാർക്ക് 10. ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ, ബ്ലോക്ക് 3 യൂണിറ്റ് 3, ആവറേജ് മാർക്ക് 10. ഓക്കെ, അടുത്തത് ഈ പറയുന്ന ടോപ്പ് 10 റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. പറയുന്ന റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് 2 തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. 5 മിനിറ്റ് ആൻസേഴ്സ് ഔട്ട്ലൈൻ ചെയ്യുക. ദെൻ എസ്സേസും കാര്യങ്ങളൊക്കെ 12 to 15 മിനിറ്റ്സിൽ ഒന്ന് എഴുതാൻ വേണ്ടി നോക്കുക, അണ്ടർ സ്റ്റിമുലേറ്റഡ് എക്സാം ടൈമിംഗ്. അതേപോലെ ഒരു 3 പാർട്ട് സ്ട്രക്ചർ ഒക്കെ ആൻസറിൽ കൊണ്ടുവരും. ഡെഫിനിഷൻ, എക്സ്പ്ലനേഷൻ, ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഫോർ എവറി ലോങ് ക്വസ്റ്റ്യൻ. അതിൽ സ്മാർട്ട് ആയിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മളുടെ ഒരു പൈ ചാർട്ട് ആണ്. ഇവിടെ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതിന്റെ ഒരു പെർസെന്റേജ് ആണ്. ലൈക്ക് നമ്മൾ ഡിസംബർ 2022 തൊട്ട് ജൂൺ 2025 വരെ എടുക്കുമ്പോൾ എത്ര പെർസെന്റേജ് ആണ് ഈ പറയുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്? 65% ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2,
ടോപ്പിക് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ഗ്രൂപ്പ് വർക്ക് പ്രോബിലിറ്റി 83 ആണ്. കാറ്റഗറി ഹൈ ആണ്, വരാനുള്ള ചാൻസസ് ഹൈ ആണ്. Then Unit 3 Group Work in India probability 67 category medium. Block 2 Unit 1 Models of Social Group Work probability 100 category high. Unit 2 Stages or Phases of Group Development probability 100 category high. Unit 3 Process of Group Formation probability 83 category high. Unit 4 Values and Principles of Social Group Work 67% probability category medium ആണ്. Then Block 3 ലേക്ക് വരുമ്പോൾ Unit 1 Leadership and Qualities of a Group Leader 67% and medium ആണ് വരാനുള്ള ഒരു ലൈക്ക് എന്താ പറയാ കാറ്റഗറി എന്ന് പറയുന്നത്. Unit 2 Skills and Techniques of Group Work 83% high category. Unit 3 Life Skills Education 67% medium category. Unit 4 Program Planning and Recording 83% high category. Block 4 Unit 1 Self-Help Group Concept and Process 100% high category. Unit 2 Group Work in Community Settings 83% high category. Unit 3 Group Work in Institutional Settings 67% medium category. Unit 4 Group Work in Educational Settings 50% medium category. Unit 5 Role of Social Worker in Group Work 50% medium category. Okay. അപ്പൊ ഇതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ കൂട്ടോടെ നോക്കിയാൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് അപ്പിയർഡ് ഇൻ ലൈക്ക് 5 of 6 പേപ്പേഴ്സ്. പിന്നെ ഇപ്പൊ മോഡൽസ് ആൻഡ് സ്റ്റേജസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ പേപ്പേഴ്സിലും പ്രസന്റ് ലൈക്ക് അപ്പിയർ ചെയ്തിട്ടുണ്ട്. SHGs പ്രോഗ്രാം പ്ലാനിങ്ങും ആണെന്നുണ്ടെങ്കിൽ ലോങ് ആയിട്ടും മീഡിയം ആൻസേഴ്സ് ഒക്കെ ആയിട്ടും റെക്കറന്റ് ആയിട്ട് ഒരു സൈക്കിളിൽ വരും. പിന്നെ അടുത്ത സൈക്കിളിൽ വരും. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ലീഡർഷിപ്പ് ആൻഡ് ലൈഫ് സ്കിൽസ് എടുത്താൽ ഷോർട്ട് മീഡിയം ക്വസ്റ്റ്യൻസ് ആയിട്ട് റെഗുലർ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് എടുത്താലും റൊട്ടേറ്റിംഗ് ആയിട്ട് മോഡറേറ്റ് പ്രോബിലിറ്റിയിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഹൈ കാറ്റഗറിയിലുള്ള ലൈക് പ്രയോറിറ്റിയിലുള്ള ടോപ്പിക്സുകൾ നോക്കാം. മോഡൽസ് ആൻഡ് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് വർക്ക്, പ്രോഗ്രാം പ്ലാനിംഗ് ആൻഡ് റെക്കോർഡിംഗ്, പ്രോസസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, സ്കിൽസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഗ്രൂപ്പ് വർക്കർ. ഓക്കെ, ഇതെല്ലാം ഫ്ലോ ചാർട്ട്സ് യൂസ് ചെയ്തും ഡയഗ്രാംസ് യൂസ് ചെയ്തും ഡെഫിനിഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടും ഒക്കെ എന്ത് ചെയ്യുക ലൈക്ക് ഒരു വിത്തിൻ ഒരു ടൈമില് ഒരു 600 വേർഡ്സ് എസ്സേസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന തരത്തിൽ പഠിക്കാൻ വേണ്ടി നോക്കാം. നെക്സ്റ്റ് മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് ആണ്. ഇൻ ബിറ്റ്വീൻ 40 to 69% ആണ് ചാൻസസ് ഉള്ളത് വരാൻ വേണ്ടി. ലീഡർഷിപ്പ്, ലൈഫ് സ്കിൽസ്, വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ വർക്ക്, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 150 to 300 വേർഡ് സമ്മറീസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക കൺസൈസ് ആയിട്ടുള്ളത്. ദെൻ ഫ്ലാഷ് കാർഡ്സും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ദെൻ ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ലെസ് ദൻ 40% എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്, റോൾ ഓഫ് വർക്ക്, അങ്ങനെയുള്ളതൊക്കെ സ്പെസിഫിക് കേസ് സിനാരിയോസ് വന്നിട്ട് ചോദിക്കും. ബിഫോർ ദി എക്സാം അറ്റ്ലീസ്റ്റ് 1 ടൈം എങ്കിലും റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ലൈക്ക് ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഇലസ്ട്രേഷൻസ് കാര്യങ്ങളും നോട്ട് ഡൗൺ ചെയ്തിട്ട് പോവുക. ടീച്ച് ബാക്ക് ടെക്നിക്സുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇനിയുള്ളത് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് MSW ടേം എക്സാമിനേഷൻ December 2025. MSW 008 സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സിന്റെ ഒരു മോഡൽ ലൈക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 മണിക്കൂർ ആയിരിക്കും എക്സാം, 100 മാർക്കിനായിരിക്കും. എല്ലാ 5 കാറ്റഗറിയിലുള്ള എല്ലാ 5 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനും ഒരേ മാർക്ക് ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് 20 into 2 40 മാർക്ക്. ഫസ്റ്റ് വൺ A. Analyze the development of social group work as a professional method in India, tracing key milestones in pre-independence and post-independence phases and commenting on its present day significance. Or B. Discuss social group work as a method of social work. In your answer, compare it with any one other method and explain how groups contribute to both individual growth and social change. Second one, A. Examine any 2 major models of social group work and critically discuss their objectives, key processes, and suitability for practice in the Indian context. Or B. Describe the main stages of group development from planning to termination. Explain the specific roles and responsibilities of the group worker at each stage. Then third category medium answer questions ആണ്. Answer any 2 of the following in about 300 words ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെങ്കിലും 2 എണ്ണമാണ് ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, 4 ഓപ്ഷൻസ് തരും. So A. Discuss essential considerations and steps involved in planning and forming a new social group work. B. Explain the concept of program planning and social group work. Describe major elements that should be kept in view while planning programs for a youth group. C. Describe the concept, objectives, and major processes involved in self-help group in the Indian context. D. Discuss the relevance of life skills education in social group work. Practice with illustrations from any one vulnerable group such as adolescents, women, or people with substance use issues. Okay. Then fourth category short answer ആണ്. താഴെ കൊടുത്തിരിക്കുന്ന 6 എണ്ണത്തിൽ ഏതെങ്കിലും 4 എണ്ണമാണ് ഉത്തരം എഴുതേണ്ടത്. 5 മാർക്കിന് 4 എണ്ണമാണ്. ഓക്കെ,
Option A, identify important factors influencing group formation in social group work. Option B, explain how leadership style and emotional intelligence of the worker affect the functioning of a group. C, briefly describe the use of social group work in community settings, highlighting its advantages for community organization. D, discuss importance of recording in social group work and mention the main uses of group records for practice and supervision. E, describe the role of a social group worker in dealing with group conflicts and problem situations during the working phase. F, explain how social group work can be applied in institutional settings such as childcare or geriatric care institutions. Fifth one, ഷോർട്ട് നോട്ട്സ് ആണ്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ആൻഡ് എനി 5 ഓഫ് ദ ഫോളോയിങ് ആണ്. 8 ഓപ്ഷൻസ് വരും. അതിൽ 5 എഴുതുക. 4 മാർക്കിനായിരിക്കും. 20 മാർക്ക് മൊത്തം. Option A, characteristics of social group work. B, group cohesion. C, social action group work. D, group composition and membership. E, qualities of an effective group leader. F, program planning in group work. G, group work with disaster affected populations. H, recreational groups in social group work. അപ്പം ഇത്രയുമാണ് വന്നിട്ടുള്ളത്. So these are the categories. 5 categories ഉണ്ട്. അതിൽ ഓരോന്നും പറഞ്ഞിരിക്കുന്ന ലൈക്ക് എണ്ണം അനുസരിച്ചിട്ട് ഇപ്പം 2 ആണെങ്കിൽ 2 അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അതേപോലെ 4 ആണെങ്കിൽ 4, പിന്നെ 5 ആണെന്നുണ്ടെങ്കിൽ 5 പിക്ക് ചെയ്യാം. ഓൾമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഗൈഡ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇഫ് യു വാണ്ട് ടു റെഫർ ദ ആൻസർ നമ്മുടെ ഗൈഡ് ബുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ മാർക്കിംഗ് സ്കീമും ഉണ്ട്. അപ്പൊ അത് വെച്ച് നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇതുവരെയും ക്ലാസ്സസ് ഒന്നും കാണാത്ത ആൾക്കാരാണെങ്കിൽ പോലും ജസ്റ്റ് ഈ ഒരു ഗൈഡ് നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്തിട്ട് പോവാന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദി സെഷൻ. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.